ഹരേ കൃഷ്ണ. കർമ്മദേവത ശനിദേവ് വക്രി അവസ്ഥയിൽ, റെട്രോഗ്രേഡ് അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ജൂലൈ 13 മുതൽ നവംബർ 27 വരെ 138 ദിവസം വരെയാണ് ശനിയുടെ ഈ വക്രി അവസ്ഥ. കന്നി രാശിക്കാർക്ക് ഈ സമയം അവരുടെ ജീവിതത്തിൽ ഏത് ഭാവത്തിലാണ് ശനി വക്രിയെന്നും അതുകൊണ്ട് കന്യരാശിക്കാർക്ക് ലാഭമോ നഷ്ടമോ എന്നറിയാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാശിചക്രത്തിലെ 6ാമത്തെ രാശിയാണ് കന്യ രാശി, വിർഗോ രാശി. രാശിസ്വാമി ബുധൻ. നിങ്ങളുടെ രാശിയിൽ നിന്നും 7ാം ഭാവത്തിലാണ് ശനി ട്രാൻസിറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി 9ാം ഹൗസിൽ, 1ാം ഹൗസിൽ, 4ാം ഹൗസിലുമുണ്ട്. അപ്പോൾ ഈ 7ാം ഹൗസിൽ ശനിയുടെ ഗോചരം അത് എന്താണ്? 7ാം ഹൗസ് എന്താണ്? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ, നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിന്ന് ആരാണോ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് ഡീല് ചെയ്യുന്നത്, അതിൻ്റെയാണ് 7ാം ഭാവം. കൂടാതെ നിങ്ങളുടെ ഡെയിലി ഇൻകം ഏതാണെന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ 7ാം ഭാവം. അപ്പോൾ ഈ 7ാം ഭാവത്തിൽ ശനി വക്രിയിൽ വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ ആണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടി കുറേ കാലമായിട്ട് നിങ്ങളുടെ ആലോചനയിലായിരുന്ന ഒരു കാര്യം ഈ സമയത്ത് അത് യാഥാർത്ഥ്യത്തിൽ ആകാൻ പോകുന്ന സമയം. പെൻഡിങ് കർമ്മത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയം. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു കുറേ നാളുകളായിട്ട് നിങ്ങൾ ആലോചനകൾ ചെയ്തിട്ടും ഒന്നും ശരിയാകാതിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ സമയത്ത് ആ പെൻഡിങ് കർമ്മം എന്തെങ്കിലും കാരണവശാൽ അത് നടക്കാതെ പോയെങ്കിൽ ഈ സമയം ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നതിനും ആ കാര്യം യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും ഉള്ള സമയം. 9ാം ഹൗസിലെ ദൃഷ്ടി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയം. പുതിയ ഏതെങ്കിലും കോഴ്സിൽ ചേരുന്നതിനോ അതുപോലെ തന്നെ ട്യൂഷൻ പോലെയുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്നതിനോ ഉള്ള സമയം. ഈ സമയം, ഈ വക്രി അവസ്ഥയിലായിരിക്കുന്ന സമയം നിങ്ങൾ എന്തു ചെയ്താലും വിദ്യാഭ്യാസപരമായി അതിന് നിങ്ങൾക്ക് നല്ല നേട്ടം കൊണ്ടുവരികയും ചെയ്യും. ഈ സമയം നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കേടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ പുതിയതായിട്ട് വാങ്ങിക്കുന്നതിനുള്ള യോഗവും ഈ സമയം കാണുന്നു. ഈ സമയം നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. അവർക്ക് ആരോഗ്യപരമായിട്ട് ഉള്ള ചില അസുഖങ്ങൾ വരാനുള്ള സാധ്യത, അതും വയറ് സംബന്ധിച്ച അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത്. അപ്പോൾ മാതാവിനെ എല്ലാവരും കെയർ ചെയ്യുക. ദൂരയാത്രയ്ക്കും അതുപോലെ തീർത്ഥാടനം പോലുള്ള യാത്രകൾക്കും നല്ല യോഗമുള്ള സമയമാണ് ഈ സമയം. ആരെങ്കിലും എന്തെങ്കിലും തീർത്ഥാടനം പോകുന്നതിന് ആലോചിക്കുന്നവർ ഈ സമയം വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ചതുർമാസം കൂടിയാണല്ലോ. ഈ സമയം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഓവർ തിങ്കിങ്, ചുമ്മാതെ ഓരോ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ തല പുണ്ണാക്കാതിരിക്കുക. എല്ലാം നല്ല വഴിയിൽ തന്നെ വരുന്നതായിരിക്കും. ഈ സമയം കുറച്ച് കൂടുതൽ നാമജപത്തോടു കൂടിയും ഈശ്വര വിശ്വാസത്തോടു കൂടിയും ഒക്കെ മുന്നോട്ട് പോകുക. എല്ലാം നല്ലതായിരിക്കും. ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം ജപിക്കുക. ബുധൻ്റെ ബീജമന്ത്രം 108 തവണ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ നിങ്ങൾ ഡെയിലി രാവിലെയോ വൈകിട്ടോ പാരായണം ചെയ്യണം. ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ 7.5 ശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉപായങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ഈ വക്രി അവസ്ഥയിലുള്ള ശനിയെ ഒന്നും കൂടെ നിങ്ങൾ ബലപ്പെടുത്തുക. ഇന്നത്തെ വാസ്തു ടിപ്പ്:
വിവാഹം വൈകുന്ന പെൺകുട്ടികൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബെഡ്റൂം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് കോർണറിൽ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യുക. വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. എന്താണെന്നാൽ വടക്ക് പടിഞ്ഞാറ് കോർണർ വായു കോണാണ്. അതുകൊണ്ട് തന്നെ വിവാഹം പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും ആ കുട്ടി പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ള സാധ്യത. അതുകൊണ്ടാണ് ആ കോർണർ വിവാഹത്തിന് പ്രായമായ കുട്ടികൾക്ക് അനുയോജ്യമായത്. ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.